ക്രൈസ്തവ ജീവകാരുണ്യ സ്ഥാപനത്തിന്റെ മറവിൽ പാസ്റ്ററുടെ ക്രൂര ലൈംഗിക അതിക്രമം. തിരുവല്ലയിൽ പ്രവർത്തിക്കുന്ന സത്യം മിനിസ്ട്രീസിലാണ് സംഭവം. ജോലിക്കെത്തിയ യുവതിയെ മണിക്കൂറുകളോളം നിരന്തരമായ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയെന്നാണ് പരാതി. സ്ഥാപന ഉടമയായ പാസ്റ്റർ CV വടവരയ്ക്കെതിരെ തിരുവനന്തപുരം റൂറൽ പോലീസ് കേസെടുത്തു. വിശദാംശങ്ങളുമായി മനോജ് ചേരുകയാണ്. മനോജ്, തിരുവനന്തപുരം റൂറൽ പോലീസാണ് ഇപ്പോൾ പരാതിയിൽ കേസെടുത്തിരിക്കുന്നത്. ഈ യുവതിയുടെ പ്രധാന പരാതിയും ഇത്തരത്തിലാണ്. KP, വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. അതായത് ക്രൈസ്തവ ജീവകാരുണ്യ സംഘടന, അതായത് സത്യം മിനിസ്ട്രീസ് എന്ന പേരിൽ തിരുവല്ലയിൽ പ്രവർത്തിക്കുന്ന ഈ സ്ഥാപനത്തിൻ്റെ മറവിലാണ് ഈ ക്രൂരമായിട്ടുള്ള ലൈംഗിക അതിക്രമം നടന്നിട്ടുള്ളത്. അവിടേക്ക് ജോലിക്കായി എത്തിയതാണ് ഒരു യുവതി. കഴിഞ്ഞ 29-ാം തീയതി, ജൂൺ 29-ാം തീയതി ജോലിയിൽ പ്രവേശിക്കുന്നു. അന്നേ ദിവസം മുതൽ ആ കുട്ടിക്ക് അനുഭവിക്കേണ്ടി വന്ന അതിക്രമങ്ങൾ, അതാണ് ചൂണ്ടിക്കാട്ടി പരാതി നൽകിയിട്ടുള്ളത്. അതായത് ഈ ജോലിക്കായി ഈ സത്യം മിനിസ്ട്രീസിലേക്ക് എത്തുമ്പോൾ അവിടെ ബുക്ക് സ്റ്റോളിലിരുന്ന ഈ യുവതിക്ക് നേർക്ക് അവിടെയുണ്ടായിരുന്ന സ്ഥാപന മേധാവി, നേരത്തെ സൂചിപ്പിച്ചിരുന്നു, പാസ്റ്ററായിട്ടുള്ള ഡോക്ടർ CV വടവന എന്ന വ്യക്തി അവിടെ വച്ച് ലൈംഗികാതിക്രമം നടത്തുന്നു. അതിനുശേഷം രാത്രിയിൽ ഭക്ഷണം കഴിക്കാൻ പോകുമ്പോൾ അവിടെ വച്ചും ക്രൂരമായിട്ടുള്ള ലൈംഗികാതിക്രമം ഈ പെൺകുട്ടിക്ക് നേരെ നടത്തുകയാണ്. അങ്ങനെ പേടിച്ചിരിക്കുന്ന പെൺകുട്ടിയെ പിറ്റേ ദിവസം തൻ്റെ വീട്ടിലേക്ക് വൃത്തിയാക്കണമെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തുകയും അവിടെ വച്ചും വീണ്ടും നിരന്തരം ഇത്തരത്തിൽ ലൈംഗികാതിക്രമം നടത്തുന്നു. പിന്നീട് പേടിച്ച് ഓഫീസിലേക്ക് എത്തിയ യുവതിയെ ഓഫീസിൽ വിളിച്ചു വരുത്തി വീണ്ടും ലൈംഗികാതിക്രമത്തിന് ഇരയാക്കുന്നു. ഇതാണ് ഈ പരാതിയിൽ കൃത്യമായും പറയുന്നത്. നിരന്തരമായി, അതായത് 29-ാം തീയതിയും 30-ാം തീയതിയും നിരന്തരമായി ഈ പെൺകുട്ടിയോട് ഇത്തരത്തിൽ പെരുമാറുകയായിരുന്നു. പെൺകുട്ടിക്ക് മാനസികമായും ശാരീരികമായും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ അതിക്രമം നടത്തുകയായിരുന്നു. ആ പെൺകുട്ടിക്ക് മറ്റുള്ളവരോട് പറയാൻ പോലും പേടിയായിരുന്നു എന്നുള്ളതാണ്. കാരണം അത്രയ്ക്കും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയായിരുന്നു ഇത്തരത്തിലുള്ള ലൈംഗിക സൂചിപ്പിച്ചതുപോലെ തന്നെ കൊടും ക്രൂരത തന്നെയാണ് അരങ്ങേറിയത്. ഇപ്പോൾ തിരുവനന്തപുരം റൂറൽ പോലീസ് കേസെടുത്തിട്ടുണ്ടെങ്കിലും പരാതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടി ഉണ്ടായിട്ടുണ്ടോ? ഉടൻ തന്നെ നടപടിയിലേക്ക് കടക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഈ പെൺകുട്ടി തുടർന്ന് നാട്ടിലേക്കെത്തി നാട്ടിലെ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടു തന്നെ പോലീസ്, അതായത് ആദ്യമൊന്നും അടിച്ചെങ്കിലും പിന്നീട് പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടുകൊണ്ട് കൃത്യമായ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. ഇതിൽ BNS 75, 74, 71, 351 തുടങ്ങിയ വകുപ്പുകളാണ് ഈ കേസിൽ ചുമത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ റൂറൽ പോലീസ് അല്ല നടപടി സ്വീകരിക്കുന്നത്. റൂറൽ പോലീസ് തുടർ നടപടികൾക്ക് തിരുവല്ല പോലീസിനാണ് ഈ FIR അടക്കം കൈമാറിയിട്ടുള്ളത്. ഇനി തുടർ നടപടി സ്വീകരിക്കേണ്ടത് തിരുവല്ല പോലീസാണ്. എന്തായാലും ഈ വകുപ്പുകളൊക്കെ ചേർത്ത ഒരു കേസിൽ പ്രതിക്ക് ജാമ്യം ലഭിക്കുക എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. അത്തരത്തിൽ ജാമ്യം ലഭിക്കേണ്ട ഒരു സാഹചര്യവുമില്ല. എത്രയും വേഗം തന്നെ അറസ്റ്റിലേക്ക് കടക്കുക എന്നുള്ളതാണ് പോലീസിന് ചെയ്യാവുന്നത്. പക്ഷേ പോലീസ് ഇനിയും അതിനെന്തിനും അടിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. കാരണം ഇത്തരമൊരു വെളിപ്പെടുത്തൽ വരുന്നത്, അതായത് പോലീസിന് മുൻപാകെ തന്നെയാണ്. പോലീസിലാണ് നേരിട്ട് ചെന്ന് യുവതിയടക്കം പരാതി നൽകുന്നത്. പോലീസ് കൃത്യമായും ഈ യുവതിയുടെ മൊഴി രേഖപ്പെടുത്തിയാണ് ഈ വകുപ്പുകൾ ചുമത്തിയിരിക്കുന്നത്. ഇങ്ങനെ ആരൊക്കെ അവിടെ ഇങ്ങനെയുള്ള ലൈംഗിക അതിക്രമത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ളത് ഭയപ്പെടുത്തുന്ന കാര്യം തന്നെയാണ്. കാരണം ഈ കുട്ടിയെന്ന് പറയുന്നത് ഒരു ആഡ് കണ്ട് ഇവിടെ ജോലിക്ക് ഒരു അവസരമുണ്ട് എന്ന് കണ്ടുകൊണ്ട് പിന്നീട് ഗൂഗിൾ മീറ്റ് വഴി ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്താണ് ഈ സ്ഥാപനത്തിലേക്ക് എത്തുന്നത്. സ്ഥാപനത്തിലേക്ക് എത്തുന്ന ദിവസം തന്നെ ആ കുട്ടിക്ക് നേരിടേണ്ടി വരുന്നത് അതീവമായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള മനോജ് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ ഇത്തരത്തിലുള്ള പരസ്യം കണ്ടാണ് ആ യുവതി അവിടത്തേക്ക് എത്തുന്നതും ആ ഒരു ദിവസം തന്നെ ഈ പീഡനത്തിന് വിധേയമാകുന്നു. അതായത് ഇതൊരു ഒറ്റപ്പെട്ട സംഭവം ആയിരിക്കില്ല, ആവർത്തിച്ചുകൊണ്ടേയിരുന്നു പാസ്റ്റർ എന്ന് വേണം നമുക്ക് പ്രാഥമികമായി തന്നെ മനസ്സിലാക്കാൻ. അതോടൊപ്പം തന്നെ മനോജ് പറഞ്ഞതുപോലെ തന്നെ എന്തുകൊണ്ട് പോലീസ് പെട്ടെന്ന് തന്നെ നടപടിയെടുക്കാൻ മടിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം പാസ്റ്റർ ബിനു വാളമുട്ടത്തിന്റെ കാര്യം നമുക്ക് മുന്നിലുണ്ട്. നിരവധി പരാതി നൽകിയിട്ടും ഇതുവരെയും ആ പാസ്റ്ററിനെ ഒന്ന് തൊടാൻ പോലും പോലീസ് സംവിധാനത്തിന് സാധിച്ചിട്ടില്ല. ആഭ്യന്തര വകുപ്പിന് മേൽ അത്രമേൽ സമ്മർദ്ദമുണ്ട്. അത് തന്നെയാണോ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്?
തീർച്ചയായും വലിയ ബന്ധങ്ങളുള്ള ആളാണ് ഈ സ്ഥാപനത്തിൻ്റെ മേധാവി എന്ന് മനസ്സിലാക്കുന്നു. അതായത് ഈ അന്തർദേശീയമായി പ്രവർത്തിക്കുന്ന ഇത്തരത്തിലുള്ള ഒരു ക്രൈസ്തവ ജീവകാരുണ്യ സംഘടന, അതിൻ്റെ ഒരു ഫൗണ്ടർ, ആ ഫൗണ്ടറിൻ്റെ കീഴിൽ പല സ്ഥാപനങ്ങൾ, അതായത് ഈ സ്ഥാപനത്തിൻ്റെ പേരിൽ തന്നെ പബ്ലിക്കേഷൻസ്, അതോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങൾ കൂടെ നടത്തി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവിടെ കൂടുതൽ ജോലിക്കാർ എത്തുന്നതും. എന്തായാലും അത്തരത്തിലൊരു ജോലിക്ക് അവസരം കിട്ടിയ യുവതിയാണ് അവിടേക്ക് എത്തുമ്പോൾ അനുഭവിക്കേണ്ടി വന്ന ആ ക്രൂരകൃത്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തായാലും ഈ പ്രതിക്കെതിരെ FIR ഇട്ടിട്ടുണ്ട്. തിരുവനന്തപുരം റൂറൽ പോലീസ് സ്റ്റേഷനിലാണ് FIR ഇട്ടിട്ടുള്ളത്. ആ FIR പറയുന്ന വിവരങ്ങളെന്ന് പറയുന്നത് ഞെട്ടിക്കുന്നതാണ്. അതായത് ജോലിക്ക് കയറിയ ദിവസം 4:30 ഓഫീസിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആദ്യത്തെ ഒരു ലൈംഗിക അതിക്രമം ഇദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. തുടർന്ന് അന്നേ ദിവസം രാത്രി ഭക്ഷണം കഴിക്കാൻ പോകുമ്പോഴും അതിൽ കൂടുതലായുള്ള ഒരു അതിക്രമം ആ കുട്ടിക്ക് നേരിടേണ്ടി വന്നു. രാത്രി കിടന്നുറങ്ങി രാവിലെ ആകുമ്പോൾ വീട് വൃത്തിയാക്കണമെന്ന് പറഞ്ഞ് വിളിക്കുന്നു. അവിടേക്ക് പോകുമ്പോഴും പിന്നീട് ഓഫീസിലെത്തിയും നിരന്തരമായിട്ടുള്ള ലൈംഗിക അതിക്രമം നടത്തുന്നു. പിന്നീട് അത് ഭീഷണിയിലേക്ക് മാറുന്നു. ആരോടെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ കൊലപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു. അങ്ങനെയൊക്കെയാണ് നിരന്തരമായി ഈ സ്ഥാപന ഉടമ ഈ യുവതിയെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരുന്നത്. എന്തായാലും യുവതി പിന്നീട് സ്റ്റേഷനിലെത്തി കൃത്യമായും മൊഴി നൽകിയാണ് പോലീസ് മറ്റ് തുടർ നടപടികളിലേക്ക് കടന്നത്. കാരണം ഇവർക്കൊക്കെ തന്നെ പേടിയായിരുന്നു. കാരണം ഇത്രയും വലിയൊരു സംവിധാനത്തിൻ്റെ തലപ്പത്തിരിക്കുന്ന ആൾ, അയാളുടെ സ്വാധീനമൊക്കെ ഇവരെ ഭയപ്പെടുത്തിയിരുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ തിരുവല്ല പോലീസ് തുടർ നടപടിയിലേക്ക് കടക്കുമോ എന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. കാരണം ഇതിൽ പ്രതിഷേധവും ശക്തമാകുന്ന ഒരു സാഹചര്യമാണ്. മനോജ്, ഈ സ്ഥാപനത്തിനെതിരെയും പാസ്റ്റർ CV വടവനയ്ക്കെതിരെയും ഇത് ആദ്യമായിട്ടാണോ പരാതി ഉയർന്നത്? മനോജ് പറഞ്ഞതുപോലെ തന്നെ ആദ്യം തന്നെ ആ പെൺകുട്ടി ഇത്തരത്തിൽ പരാതിയുമായി മുന്നോട്ട് വരാൻ പോലും മടിച്ചിരുന്നു. കാരണം അത്രത്തോളം സ്വാധീനമുള്ള ഒരു സ്ഥാപനമാണ്, സ്ഥാപന മേലധികാരിയാണ്. അതുകൊണ്ട് തന്നെ പല പരാതികളും ഇത്തരത്തിൽ ഭീഷണിപ്പെടുത്തി ഒതുക്കി തീർത്തു എന്നതടക്കമുള്ള ആക്ഷേപങ്ങളും ഈ ഘട്ടത്തിൽ ഉയരുന്നുണ്ടോ? തീർച്ചയായും അത്തരത്തിൽ അന്വേഷണം വേണമെന്നുള്ളത് തന്നെയാണ് ഉയരുന്ന ആവശ്യം. കാരണം ഇതൊരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്. ആ കുട്ടി ജോലിക്ക് വേണ്ടി പോകുമ്പോൾ ഇത്തരത്തിൽ അനുഭവം നേരിടേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ മറ്റാർക്കെങ്കിലും അത്തരത്തിലുള്ള അനുഭവങ്ങൾ ഇയാളുടെ ഭാഗത്തു നിന്ന് നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്നത് അന്വേഷിക്കണമെന്ന് തന്നെയാണ് ഉയരുന്ന ഒരു ആവശ്യം. കാരണം നിരന്തരമായിട്ടാണ്, അതായത് ഒരു പ്രാവശ്യം ഒരു അബദ്ധം പറ്റിയതല്ല, അല്ലെങ്കിൽ മറ്റ് ഒരു കാര്യവുമല്ല, നിരന്തരമായി മനഃപൂർവ്വം ഈ കുട്ടിയെ ഉപദ്രവിക്കുകയായിരുന്നു. അതും ക്രൂരമായ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കുകയായിരുന്നു എന്നുള്ളതാണ്. ആ പരാതിയിൽ തന്നെ അത് കൃത്യമായി പറയുന്നുണ്ട്. FIR-ൽ അത് കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്തായാലും ഡോക്ടർ CV വടവന എന്ന നമുക്കറിയാം, ആ പേരിന് മുൻപാകെ ഒരു ബ്രദർ എന്നുള്ള ഒരു വാക്യം കൂടെ ചേർക്കും. ഇത്തരത്തിൽ പാസ്റ്റർ ഗണത്തിൽപ്പെട്ട ആളുകൾക്കൊക്കെയാണ് ഇങ്ങനെയുള്ള ഒരു വാചകമൊക്കെ ചേർക്കുന്നത്. അങ്ങനെ ഒരു വ്യക്തി, അതായത് സുവിശേഷമോ അല്ലെങ്കിൽ മറ്റു തരത്തിലോ ജീവകാരുണ്യ പ്രവർത്തനത്തിനായി മുന്നോട്ട് പോകുമ്പോൾ രോഗികളുടെ അല്ലെങ്കിൽ തങ്ങളുടെ കൂടെയുള്ളവരുടെയൊക്കെ സുഖവിവരം അന്വേഷിക്കേണ്ട, അല്ലെങ്കിൽ അവരുടെ മറ്റ് കാര്യത്തിനായി പ്രവർത്തിക്കേണ്ടവരൊക്കെ ആ പേരിൽ ചെയ്യുന്ന കാര്യങ്ങൾ, അതായത് ഓരോന്നോരോന്നായി പുറത്തു വരുമ്പോൾ അത് വളരെ ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. കാരണം ജീവകാരുണ്യ പ്രവർത്തനമെന്ന വ്യാജേനെ ഇവരൊക്കെ ചെയ്തു കൂട്ടുന്നത്, അത് ഓരോ പെൺകുട്ടികളും ഇന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ഇറങ്ങേണ്ട ഒരു സാഹചര്യമാണ്. കാരണം ജോലിക്കായി വിളിച്ചു വരുത്തി നടത്തുന്ന അതിക്രമം എന്ന് പറയുന്നത് ചെറിയ രീതിയിലുള്ള അതിക്രമമല്ല. ആ കുട്ടിക്ക് ജീവിതകാലം മുഴുവനും മാനസികമായും ശാരീരികമായും ഏറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലാണ് ഈ പെരുമാറിയിട്ടുള്ളത്. അതിൽ കൃത്യമായിട്ടുള്ള നടപടി വേണം എന്നുള്ളത് തന്നെയാണ് ആവശ്യം. കാരണം ആ പെൺകുട്ടി ഒറ്റയ്ക്കായിരുന്നു. പെൺകുട്ടിക്ക് നിയമ പോരാട്ടത്തിനായോ അല്ലെങ്കിൽ മറ്റ് സഹായത്തിനായോ ഒന്നും നേരത്തെ വരെ ആരും കൂടെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇനി മുതൽ അങ്ങോട്ട് എല്ലാവരും ഒപ്പമുണ്ടാകുമെന്നുള്ള വിശ്വാസത്തിൽ തന്നെയാണ് ആ പെൺകുട്ടി പരാതിയുമായി മുന്നോട്ട് പോയിട്ടുള്ളത്. ഉടൻ തന്നെ നടപടി ഉണ്ടാകണമെന്നുള്ളതാണ് ഉയരുന്ന ആവശ്യം. ക്രൈസ്തവ ജീവകാരുണ്യ സ്ഥാപനത്തിന്റെ മറവിൽ പാസ്റ്ററുടെ ക്രൂരമായ ലൈംഗിക അതിക്രമമാണ് ഉണ്ടായിട്ടുള്ളത്. തിരുവല്ലയിൽ പ്രവർത്തിക്കുന്ന സത്യം മിനിസ്ട്രീസിലാണ് ഈ ഒരു സംഭവം. ജോലിക്കെത്തിയ യുവതിയെ മണിക്കൂറുകളോളം നിരന്തരമായ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കിയെന്നാണ് പരാതി. ഇപ്പോൾ ഈ സ്ഥാപന ഉടമ പാസ്റ്റർ CV വടവനയ്ക്കെതിരെ തിരുവനന്തപുരം റൂറൽ പോലീസ് കേസെടുത്തിട്ടുണ്ടെങ്കിലും ഇതുവരെയായിട്ടും ഒരു നടപടികൾ സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഈ ഒരു വിഷയത്തിലടക്കം വലിയ പ്രതിഷേധം തന്നെയാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. മനോജാണ് വിശദാംശങ്ങൾ നൽകിയത്.